മഹാരാഷ്ട്രയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രേംലാൽ അവിടെ നിന്നും ചേരുന്നുണ്ട്. പ്രേംലാൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം റിപ്പോർട്ടുകളെ പ്രേംലാൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏതായാലും വിധിയെഴുത്തിലേക്ക് മുംബൈ അടക്കം കടന്നിരിക്കുന്നു. എങ്ങനെയാണ് ആദ്യ മിനിറ്റുകൾ നൽകുന്ന സൂചനകൾ? പ്രധാനപ്പെട്ട ഒരു പോളിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മുംബൈ നഗരത്തിൽ 6 മണ്ഡലങ്ങളടക്കം സാമ്പത്തിക തലസ്ഥാനം കൂടിയാണ് മുംബൈ. 13 മണ്ഡലങ്ങളിലാണ് അവസാനഘട്ട വോട്ടെടുപ്പിന് ഇന്ന് 7 മണിക്ക് തന്നെ സ്റ്റാർട്ട് തുടങ്ങിയിരിക്കുന്നത്. വോട്ടെടുപ്പ് നടക്കുന്ന മുംബൈയിലും താനെയിലും കനത്ത സുരക്ഷയുമായി പോലീസ് സന്നാഹങ്ങളുണ്ട്, വിന്യസിപ്പിച്ചിട്ടുണ്ട്. 36,000 പോലീസുകാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. കൂടാതെ കലാപ നിയന്ത്രണ വിഭാഗത്തിന്റെ 3 യൂണിറ്റുകളിൽ നിന്നായി 2,752 പോലീസുകാരെയും 6,200 ഹോം ഗാർഡുകളെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. മുംബൈ നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, നോർത്ത് സെൻട്രൽ സൗത്ത്, കല്യാൺ, ഭീവണ്ടി, പാൽഗർ, നാസിക്, ദുലെ തുടങ്ങിയ മണ്ഡലങ്ങളാണ് ഇന്ന് വിധി എഴുതുക. 13 മണ്ഡലങ്ങളിൽ ഇത്തവണ മത്സരിക്കുന്നത് 264 സ്ഥാനാർത്ഥികളാണ്. 2.5 കോടിയോളം ജനങ്ങളുടെ വോട്ടുകൾ 264 സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കും. 24,553 പോളിംഗ് കേന്ദ്രങ്ങളിൽ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, കപിൽ പട്ടേൽ, അഭിഭാഷകനായ ഉജ്ജൽ നിഗം എന്നിവർ ബി.ജെ.പിയുടെ പ്രധാന സ്ഥാനാർത്ഥികളാണ്. ഏക്നാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ കൂടാതെ മുൻ വിദ്യാഭ്യാസ മന്ത്രി സിറ്റി കോൺഗ്രസ് അധ്യക്ഷ വർഷ ഗേക്വാഡ് എന്നിവരും മത്സര രംഗത്തുണ്ട്. പത്രിക നൽകിയവരിൽ 37 പേർ പിൻവലിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് നാസിക്കിലാണ്. കനത്ത സുരക്ഷയാണ് പോളിംഗ് ബൂത്തുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഭൂരിഭാഗം ബൂത്തുകളിലും സാമാന്യം നല്ല തിരക്കുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 5 ഘട്ടങ്ങളിലായി നടക്കുന്ന മഹാരാഷ്ട്രയിൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. വാശിയേറിയ ഒരു മത്സരമായിരിക്കും മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലുമായി നടക്കുക. ശിവസേന NCP പിളർപ്പിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെ, ശരത് പവാർ, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവരുടെ രാഷ്ട്രീയ ഭാവി വിലയിരുത്തുന്നതാകും ഈ തെരഞ്ഞെടുപ്പ് ഫലം. ശിവസേന, BJP, NCP എന്നിവ ഉൾപ്പെടുന്ന മഹായുതിയും ശിവസേന, UBT, കോൺഗ്രസ്, NCP, പവാർ വിഭാഗം എന്നിവ ഉൾപ്പെടുന്ന മഹാവികാസ് അഘാഡിയും തമ്മിലാണ് പ്രധാന മത്സരം. മഹാരാഷ്ട്രയിൽ അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങളും വർഗീയ നിലപാടുകളും സംസ്ഥാനത്ത് മറാഠ വികാരം ആളിക്കത്തിച്ചിരുന്നു. മഹാരാഷ്ട്ര നവനിർമ്മാണ സേന അധ്യക്ഷൻ രാജ് താക്കറെയെ അവസാന ഘട്ടത്തിൽ കൂടെ നിർത്തിയതിന് കാരണം മറാഠ വോട്ടുകൾ രക്ഷപ്പെട്ടു തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ തൊടുത്തുവിട്ട നേതാവ് കൂടിയാണ് രാജ് താക്കറെ. ശിവസേനയുടെ തട്ടകമെന്ന് വിശേഷിക്കപ്പെടുന്ന മുംബൈയിൽ യഥാർത്ഥ ശിവസേന ഏതെന്ന് വ്യക്തമാകുന്ന വിധിയെഴുത്ത് കൂടിയാണിത്. കാരണം 2 വിഭാഗങ്ങളുള്ള ശിവസേനയാണ് ഈ 6 മണ്ഡലങ്ങളിലായി മത്സരിക്കുന്നത്. ഉദ്ധവ് താക്കറെ, ശരത് പവാർ എന്നീ സംസ്ഥാനത്തെ പ്രബലരായ നേതാക്കൾക്ക് അനുകൂലമായ സഹതാപ രംഗം വോട്ടായി മാറിയാൽ BJPക്ക് കനത്ത വെല്ലുവിളി തന്നെയാകും. മറാഠ ദളിത് വോട്ടുകളിൽ നല്ലൊരു വിഭാഗം ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ മുസ്ലിം വോട്ടുകളും ഏറെ നിർണായകമായിരിക്കും. അതുകൂടാതെ ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ സമ്മതിദാനം നൽകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഏറ്റവും കൂടുതൽ മലയാളികളുള്ള ഒരു പ്രദേശങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക പ്രശ്നങ്ങൾ എന്നിവടക്കം ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സജീവമായ ചർച്ചയായിരുന്നു. കാവ്യ. ശരി.